അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ റസൂലാക്കി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചത് ആ കാലഘട്ടത്തിൽ നിലവിലുള്ള മതക്കാരെ മതം മാറ്റിയിട്ട് ഇസ്ലാമാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അന്ന് വേറെ മതക്കാര കാലത്തിൽ ഉണ്ടായിട്ടില്ല. അന്ന് അമ്പലങ്ങളില്ല, അന്ന് ചർച്ചുകളില്ല, അന്ന് ഗുരുദ്വാരകളില്ല, അന്ന് മസ്ജിദുകളും മാത്രമേ ഉള്ളൂ ഇറാഖിൽ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 10 തലമുറ ജീവിക്കുന്ന കാലം. എന്നിട്ടും അല്ലാഹു തആല റസൂലിനെ അയക്കേണ്ടി വന്നു. കാരണം എന്താണ്? അവിടെയാണ് നാം പരിശോധിക്കേണ്ടത്. 9ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കുല്ലുഹും ഫിത് തൗഹീദ്. ആ 10 തലമുറ കുല്ലുഹും ഫിത് തൗഹീദ്, തൗഹീദിൽ നിന്ന് അണ്ണു അളവ് വ്യത്യാസം അവർ വരുത്തിയിട്ടില്ല. ആദം നബിന്റെ മക്കള്, മക്കളെ മക്കള്, മക്കളെ മക്കള്, അങ്ങനെ 10 തലമുറ അവരെ ഈമാൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവരുടെ തൗഹീദിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്ത ശൈഖന്മാരെ അവർക്ക് പരിചയമില്ല. അല്ലാഹു അല്ലാത്ത വലിയുകളെ അവർക്ക് പരിചയമില്ല. അള്ളാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ജിന്നുകളെ അവർക്ക് പരിചയമില്ല. അള്ളാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മലക്കുകളെ അവർക്ക് പരിചയമില്ല. അള്ളാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മഹാന്മാരെയും മഹദികളെയും അവർക്ക് പരിചയമില്ല. അവർക്ക് ആകത്തുക അള്ളാനെ മാത്രമേ പരിചയമുള്ളൂ. 9ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. എന്നിട്ട് ശൈത്താൻ ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ 5 ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് 9ാമത്തെ തലമുറയോട് പറഞ്ഞു, ഈ 5 ഖബർ ആരതാ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് പരിചയമുള്ള ഖബറല്ലേ? ഈ ആയിരക്കണക്കിന് ഖബറുകളുടെ കൂട്ടത്തിൽ ഈ 5 ഖബറുകൾ പ്രത്യേകമായ ഖബറുകളല്ലേ? ഒരു ഖബർ വദ്ദിന്റെ ഖബറല്ലേ? മറ്റേത് സുവായിന്റെ, മറ്റേത് യഊസിന്റെ, മറ്റേത് യഊക്കിന്റെ, മറ്റേത് നസ്റിന്റെ. ആരായിരുന്നു ഈ 5 പേര്? ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരായിരുന്നില്ല ഈ 5 പേര്? ഇദ്രീസ് നബിന്റെ പേരക്കുട്ടികളായിരുന്നില്ലേ ഈ 5 പേര്? നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചത് അവരായിരുന്നില്ലേ? നിങ്ങൾക്ക് അള്ളാനെ പഠിപ്പിച്ചത് അവരായിരുന്നില്ലേ? അവരുടെ ഗുരുകുലത്തിൽ ഇരുന്നിട്ടല്ലേ നിങ്ങൾ ദീനുൽ ഇസ്ലാമിനെ പഠിച്ചത്? അവര് മരിച്ച് കബറടക്കിയപ്പോൾ നിങ്ങൾ അവരെ മറന്നു അല്ലേ? നിങ്ങൾ അവരെ ഒഴിവാക്കിയല്ലേ? ഉസ്താദുമാരോട് കൂറില്ലാത്തവർ, ശൈഖന്മാരോട് കൂറില്ലാത്തവർ. ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, നിങ്ങൾക്ക് മരത്തിന്റെ കമ്പ് കൊത്തിക്കൊണ്ടുവന്ന 5 ഖബറിന് നാട്ടാമായിരുന്നില്ലേ? തലമുറകൾക്ക് അത് മഹാന്മാരുടെ ഖബറാണെന്ന് തിരിച്ചറിയാനെങ്കിലും 9ാമത്തെ തലമുറ ആ 5 ഉസ്താദുമാരുടെ ഖബർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നാട്ടകുറ്റി മരത്തിന്റെ കുറ്റി കുഴിച്ചിട്ടതിൽ അവസാനിച്ചു. അവർ ശിർക്കിലെത്തിയില്ല, ഹദ്റത്തിലെത്തിയില്ല. 10ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. നേർക്ക് നേരെ വദ്ദിനെയും സുവായിനെയും കണ്ടവർ മരിച്ചു. അവരോട് ഈ നാട്ടക്കുറ്റി കാണിച്ചു കൊടുത്തിട്ട് ശൈത്താൻ ഉപദേശിച്ചത് എന്താണ്? നിങ്ങൾ ഉപ്പാപ്പമാര് ചില്ലറക്കാരാണോ? നിങ്ങൾ വല്യുപ്പമാര് ചില്ലറക്കാരാണോ? ഈ ഖബർസ്ഥാനിൽ ഈ 5 ഖബറിന് മാത്രം മരത്തിന്റെ കുറ്റി കുഴിച്ചിട്ട് തിരിച്ചറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഈ 5 ഖബറിലുള്ളവർ ചില്ലറക്കാരാണെന്നാണോ നിങ്ങൾക്ക് തോന്നിപ്പോയത്? ഈ ആയിരക്കണക്കിന് ഖബറുകളുടെ കൂട്ടത്തിൽ ഈ 5 ഖബർ മാത്രം മരത്തിന്റെ കുറ്റി വെച്ചിട്ട് വേദനിക്കാൻ കാരണം എന്താണ്? അവര് മഹാന്മാരാണ്, അവർ അള്ളാന്റെ ഔലിയാക്കളാണ്, അത് അള്ളാഹുവിന്റെ ഉലമാക്ക ശൈഖും മശായിഖുകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ പരിചയപ്പെടുത്തിയത് എന്താണ്? ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ 5 മനുഷ്യരായിരുന്നു അവർ എന്നല്ലേ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ? സൂറത്തു നൂഹില് ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊക വനസ്റ. ഈ 5 പേര് ആരായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്? 5 പേര് ആ കാലഘട്ടത്തിലെ മഹാന്മാരായ മശായിഖുകളായിരുന്നു എന്നല്ലേ പരിചയപ്പെടുത്തി തന്നത്? അവരുടെ ഖബറാണ് ഈ കോലത്തിൽ നാട്ടക്കുത്തിയുത്തിയത്. 10ാമത്തെ തലമുറയോട് പറഞ്ഞു, ചെതലരിച്ചു പോയ നാട്ടക്കുറ്റികളെ മനസ്സിലാകുന്നു. നാട്ടക്കുറ്റി മരത്തിന്റെ കുറ്റി, മീസാങ്കലിന് പകരം കുഴിച്ചിടുന്നത്. ഈ മരത്തിന്റെ കുറ്റി ചെതലരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് ദുരിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഇത് മഹാന്മാരെ ഖബറാണെന്ന് തിരിച്ചറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കുറ്റി മാറ്റിയിട്ട് 4 ഭാഗത്തൊരു കല്ലെടുത്തു വെച്ചിട്ടൊന്ന് വേർതിരിക്കും. 10ാമത്തെ തലമുറ 4 ഭാഗത്തും കല്ലെടുത്തു വെക്കുന്നതിൽ കലാശിച്ചു. ശിർക്കിലെത്തിയില്ല, ഇലാഹത്തിലെത്തിയില്ല. ആ തലമുറ മരിച്ചു തീർന്നു. എത്രയാ? ആ തലമുറ മരിച്ചു തീർന്നു. 11ാമത്തെ തലമുറ വന്നു. 11ാമത്തെ തലമുറയിൽ പിശാച് പ്രവേശിച്ചു. ഈ കല്ലെടുത്ത് വെച്ച് വേർതിരിച്ചിരിക്കുന്ന 5 ഖബറുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് 11ാമത്തെ തലമുറയോട് ശൈത്താൻ പറഞ്ഞത്, നിങ്ങളെ ഉപ്പാപ്പമാര് ചില്ലറക്കാരാണോ? നിങ്ങളെ വല്യുപ്പമാര് ചില്ലറക്കാരാണോ?
നിങ്ങളെ ഉസ്താദുമാരെ ചില്ലറക്കാരാണോ? ഈ 5 ഖബർ മാത്രം കല്ലെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? നിങ്ങളെ മരിച്ചുപോയ മഹാന്മാരെ നിങ്ങൾക്ക് മതിപ്പില്ലേ? ശൈത്താൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന രീതിയാണ് ഈ പറഞ്ഞു വരുന്നത്. ശൈത്താൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന രീതി. ഭൂലോകത്ത് ആദ്യമായി ശിർക്ക് വന്ന ചരിത്രവും ആദ്യത്തെ റസൂലിനെ പറ്റിയുമാണ് മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ നിന്ന് ബാക്കി നിങ്ങൾ വായിച്ചെടുത്തുകൊള്ളണം. അഫലം തഖൂനു തഅഖിലൂൻ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? നാളെ അള്ളാഹ് ചോദിക്കും. അങ്ങനെ 11ാമത്തെ തലമുറക്ക് ശൈത്താൻ പരിചയപ്പെടുത്തി കൊടുത്തത് അങ്ങനെയാണ്. നിങ്ങളെ ഉപ്പുപ്പമാരാണ് ഈ കല്ലെടുത്ത് വെച്ചത്. നിങ്ങൾ ഉപ്പുപ്പമാരാണ് ഈ 5 ഖബർ വേർതിരിച്ചു തന്നത്. നിങ്ങളെ കാലം വന്നപ്പോഴേക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വിട്ടില്ലേ? നിങ്ങൾക്കതൊന്ന് മോടി പിടിപ്പിക്കാമായിരുന്നില്ലേ? നിങ്ങൾ ഉപ്പുപ്പമാരെ അള്ളാഹുലേക്ക് അടുക്കാൻ ഉപയോഗിച്ച ഖബറുകളാണത്. നിങ്ങൾ ഉപ്പുപ്പമാര് തവസ്സുൽ ചെയ്യാൻ ഉപയോഗിച്ച ഖബറുകളാണത്. നിങ്ങൾ ഉപ്പുപ്പമാര് ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഖബറുകളാണത്. നിങ്ങൾക്ക് എന്താ മൈൻഡ് ഇല്ലാത്തത്? 11ാമത്തെ തലമുറ ഇലാ ഹദ്റത്തിലെത്തി. 11ാമത്തെ തലമുറ ഖബറിലെത്തി, മഹാന്മാരിലെത്തി, തവസ്സുലിലെത്തി, ഇസ്തിഗാസയിലെത്തി. വല്ലാഹി ആദം നബി തൊട്ട് 10 തലമുറക്ക് പരിചയമില്ലാത്ത കേസാണ് അത് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ. 11ാമത്തെ തലമുറ എത്തി. ബഅസല്ലാഹു ഇലൈഹിം നൂഹൻ റസൂലാ. ആ 11ാമത്തെ തലമുറയിലേക്കാണ് അള്ളാഹു നൂഹ് നബിയെ റസൂലാക്കി നിയോഗിക്കുന്നത്. എന്തിന്? നിസ്കാരം പഠിപ്പിക്കാനല്ല, അവർ നിസ്കരിക്കുന്നവരാണ്. നോമ്പ് പഠിപ്പിക്കാനല്ല, അവർ നോമ്പ് നോക്കുന്നവരാണ്. ഹജ്ജ് പഠിപ്പിക്കാൻ, സക്കാത്ത് പഠിപ്പിക്കാനല്ല, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. ദിക്ർ പഠിപ്പിക്കാനല്ല, അവർ ദിക്ർ ചെയ്യുന്നവരാണ്. ഹൈദുൻ നിഫാസും പഠിപ്പിക്കാനല്ല, അവർ ഹൈദുൻ നിഫാസും ശുദ്ധിയാക്കുന്നവരാണ്. പിന്നെ എന്തിനാ നൂഹ് നബി വന്നത്? നിങ്ങൾ ഈ 5 ഖബറുകളിലേക്ക് പോകരുത്, നിങ്ങളെ ഈമാൻ ബാത്തിലാകും എന്ന് പറയാൻ. അപ്പോഴല്ലേ അടി തുടങ്ങിയത്? അപ്പോഴല്ലേ നൂഹ് നബി ഭ്രാന്തനായത്? അപ്പോഴല്ലേ നൂഹ് നബിക്കെതിരായിട്ട് മൗലാന കൂട്ടം തിരിഞ്ഞത്? അപ്പോഴല്ലേ നൂഹ് നബിക്കെതിരായിട്ട് ശൈഖുന കൂട്ടം തിരിഞ്ഞത്? അപ്പോഴല്ലേ നൂഹ് നബിയെ നാട്ടിന്ന് പറഞ്ഞേക്കാൻ മെനക്കെട്ടത്? അപ്പോഴല്ലേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുട്ടേറു തുടങ്ങിയത്? അപ്പോഴല്ലേ ആരായിരുന്നു മുട്ടേറിഞ്ഞത്? ഇവിടുത്തെ മതക്കാരായിരുന്നോ? നിങ്ങൾക്ക് ചരിത്രത്തിൽ തെളിയിക്കാൻ കഴിയുമ്പോ ഏതെങ്കിലും ഒരു മതം ഉണ്ടായിരുന്നു അന്ന്? ഇന്ന് നിലവിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മതം ഉണ്ടായിരുന്നു അന്ന്? അന്ന് ജാറ മതവും മുസ്ലിങ്ങളും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മതം അന്നുണ്ടായിരുന്നോ? അവരിലേക്കല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി റസൂലായിട്ട് വന്നത്? ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് പ്രബോധനം ചെയ്ത് എന്താണ്? അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും വമാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹു അക്ബർ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോടാ പറഞ്ഞത്, എന്റെയും നിങ്ങളെയും റബ്ബിനോട് മാത്രമേ നിങ്ങൾ ദുആ ചെയ്യാവൂ. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹ് നിങ്ങൾക്കില്ലാതവാ, അല്ലാഹു അല്ലാതെ ഈ ജാറങ്ങൾ നിങ്ങൾക്ക് ശരിയാകുകയില്ല. ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ കൃത്യവും വ്യക്തവുമായ ഭാഷണം. എന്താ സംഭവിച്ചത്? അതുവരെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് എല്ലാമായിരുന്നു, ഉസ്താദായിരുന്നു, ശൈഖായിരുന്നു. കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറയാൻ തുടങ്ങിയപ്പോൾ അവരിപ്പോൾ ഒന്നും അല്ലാതായി. നൂഹ് നബി ഒറ്റപ്പെട്ടു. ഭാര്യ പോലും എതിര്, മകനെതിര്. അല്ലാഹു തആല ഭാര്യയെ പറ്റിയും മകനെ പറ്റിയും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദഖുലൻ നാറ മഅദ് ദാഖിലീൻ. കുഫറിന്റെ ഉദാഹരണം മനസ്സിലാക്കണമെങ്കിൽ നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ തഹരീമിൽ. എന്താണ് കുഫ്ർ, എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാവാൻ. നൂഹ് നബിയെ കൊണ്ട് സ്വന്തമായിട്ട് കഴിഞ്ഞില്ല ആരെ നന്നാക്കാൻ? ഭാര്യയെ നന്നാക്കാൻ. നൂഹ് നബിയെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ നൂഹ് നബിക്ക് കഴിയില്ല. ആരെ രക്ഷപ്പെടുത്താനും കഴിയില്ല. ബാപ്പാനെ രക്ഷപ്പെടുത്താൻ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല. മുതാപ്പാനെ രക്ഷപ്പെടുത്താൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത് പരിശുദ്ധ ഖുർആൻ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാൽ അംബിയാ മുർസലീങ്ങൾക്ക് പോലും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഔലിയാക്കൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? അതല്ലേ അല്ലാഹു തആല ചോദിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സഫിയ, യാ സഫിയ അമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദിന്റെ അമ്മായിയായ സഫിയ, നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഈ മുഹമ്മദിന് കഴിയില്ല കേട്ടോ. നിങ്ങളുടെ ശരീരം നിങ്ങൾ കാത്തോളം നരകത്തിൽ നിന്ന്. മോളെ ഫാത്തിമ, ഫാത്തിമ ബിന്ത മുഹമ്മദ് സലീനി മിൻ മാലി ഫഉതീകി,
പൈസ വല്ലതും വേണമെങ്കിൽ നീ ചോദിച്ചോ, ഞാൻ തരാം ബാപ്പ എന്നുള്ള നിലക്ക്. നാളെ ആഖിറത്തിലെത്തിയാൽ അള്ളാന്റെ മുമ്പ് നിന്നെ രക്ഷപ്പെടുത്താൻ ഈ ഉപ്പാക്ക് കഴിയില്ല മോളെ. നിന്റെ ശരീരം നരകത്തുനിന്ന് നീങ്ങാത്തോളണം. ആരാ പറയുന്നത്? ആരാ കുട്ടരെ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണോ പിന്നെ അതല്ലാത്തവർക്ക് സാധിക്കുക? ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കല്ലെറിഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ചീത്ത പറഞ്ഞു. ബഹുമാനപ്പെട്ട നൂഹ് നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഏ അല്ലാഹ് എനിക്ക് സാധിക്കുന്നില്ല അല്ലാഹുവേ സഹിക്കാൻ. ഞാൻ സഹിക്കേണ്ടത് മുഴുവനും സഹിച്ചു അല്ലാഹുവേ. ഈ സമൂഹത്തിന്റെ ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, ഈ കുഫ്റിന്റെ അഹ്ലികാരെ ഒരാളെ പോലും നീ ഇവിടെ ആക്കി വെക്കണ്ട അല്ലാഹുവേ. ആരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? ആര്യന്മാരെയാണോ? അന്ന് ആര്യന്മാരില്ല. ദ്രാവിഡന്മാരെയാണോ? ദ്രാവിഡന്മാരില്ല. ക്രിസ്ത്യാനികളെയാണോ? അന്ന് ക്രിസ്ത്യാനിയില്ല. ജൂതന്മാരെയാണോ? അന്ന് ജൂതനില്ല. പിന്നെ ആരെയാണ് നൂഹ് നബി കാഫിർ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞത്? അള്ളാഹുവിനോടൊപ്പം ഈ 5 ജാറങ്ങളുമായി നടക്കുന്നവരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ പിന്നെ എന്താണ്? അല്ലെങ്കിൽ അർത്ഥം എന്താ? ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. നൂഹ് നബിന്റെ ദുആ ആണ്. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. നൂഹ് നബിയോട് പറഞ്ഞു, ഇസ്നഇൽ ഫുൽക ബിവഹയിനാ വഅയുനിനാ. നൂഹേ, ഒരു കാര്യം തൽക്കാലം ദഅവത്ത് നിർത്തിവെക്കിൻ, ഇനി ഒരു കപ്പൽ ഉണ്ടാക്കിൻ, ബാക്കി ഞാൻ ആയിക്കോളാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല എന്റെ നിർദ്ദേശപ്രകാരം എന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ ഒരു കപ്പൽ ഉണ്ടാക്കിൻ. അങ്ങനെയല്ലേ നൂഹ് നബി യൂഫ്രട്ടീസിന്റെ കരയിൽ നിന്ന് 2000-ഓളം അടി ഉയരത്തിലുള്ള മലയിൽ പോയിട്ട് കപ്പൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്? കുറെ നാളെ നൂഹ് നബിനെ കാണുന്നില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഡ്രസ് ഇല്ല. ജാറത്തിലെ മൗലാനമാർക്കും ശൈഖുനമാർക്കും തമാശയായി. നൂഹ് പോയി നൂഹ് നാട് വിട്ടു. നൂഹിനെ റബ്ബ് കൈവിട്ടു. നമ്മളെല്ലാം മഹാന്മാരുടെ വർക്കത്തിലൂടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. നൂഹിന്റെ റബ്ബ് നൂഹിനെ കൈവിട്ടു. ഇതാണ് അള്ളാഹ് മാത്രം എന്ന് പറഞ്ഞുള്ള നാശം. നമ്മൾ അള്ളാഹിനോടൊപ്പം മഹാന്മാരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്നത്. ശൈഖുനമാര് പ്രസംഗിക്കാൻ തുടങ്ങി ഇറാഖിലെ ബംഗ്ലാവുകളിൽ നിന്നിട്ട്. പിന്നെയാണ് അപ്പ അറിഞ്ഞത് 2000 അടി ഉയരത്തിലൊരു പർവ്വതത്തില് നൂഹ് കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ശൈഖുനമാരും മൗലാനമാരും അങ്ങോട്ട് നടന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമി. നൂഹ് കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നൂഹിന്റെ ഖൗമിന്റെ മേലാളന്മാർ, ശൈഖുനമാർ, മൗലാനമാർ നൂഹിനെയും പരിധിയിട്ട് അവിടെ എത്തി. സഖിറു മിൻ, നൂഹിനെ കണ്ടപ്പോൾ അവർ പരിഹസിക്കാൻ തുടങ്ങി. നൂഹ്, കഞ്ഞി കാച്ചി കുടിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ നമ്മളെ ജാറത്തിൽ ഇലാഹദ്റത്ത് വിളിക്കാൻ നിന്നാ നമ്മൾ തരാലോ കഞ്ഞി. നീ ഈ പണി എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ ഒറ്റയ്ക്ക് കപ്പൽ ഉണ്ടാക്കിയാൽ നീ എവിടെയായി കപ്പൽ കൊണ്ടുപോവുക? എവിടെ കൊണ്ടുപോവുക? മലന്റെ മുകളിൽ കപ്പൽ ഉണ്ടാക്കിയ ടൂപ്പട്ടിസിലേക്ക് ഇറക്കാൻ ആരാ സഹായിക്കാൻ? ഊന ഇവരെ ഭാഷയില് ഇടുക്കി ജില്ലയില് കപ്പലത്തെ ഈ ബേപ്പൂരോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഉള്ള കപ്പൽ നിർമ്മാണശാല ഇടുക്കിയിലാക്കി എന്താ ചെയ്യാ? ആ കപ്പൽ എങ്ങനെയാ കൊച്ചിയിലേക്ക് ഇറക്കുക? ആ കപ്പൽ എങ്ങനെയാ ബേപ്പൂർ ഇറക്കുക? പിന്നെ പരിഹസിക്കുന്നതിൽ അർത്ഥമില്ലേ? അള്ളാഹു പറഞ്ഞ വാക്കാണ് കൂട്ടരെ, വയസ്നഉൽ ഫുൽക, നൂഹ് കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കവേ മറ അലൈഹി മലഉം മിൻ ഖൗമി. മല എന്ന് പറഞ്ഞ മേലാളന്മാർ, മിൻ ഖൗമി, നൂഹ് നബിന്റെ ജനതയിൽ നിന്ന് മേലാളന്മാര് ആ വഴിക്ക് നടന്നുപോയി. സഖിറു മിൻ, നൂഹ് നബി അവർ പരിഹസിച്ചു, കളിയാക്കി. അള്ളാഹ് മാത്രം എന്നും പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്തായി? കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ കപ്പൽ പണിയെടുക്കുക. എവിടെയാണാവോ ഈ കപ്പലും കൊണ്ട് പോകുക? നൂഹ് നബിയെ പരിഹാസം. അതെ, ദായികൾ, മുവഹിദുകൾ ഈ പരിഹാസം ഖിയാമത്ത് നാൾ വരെ കേൾക്കേണ്ടി വരും. كذلك جعلنا لكل نبي عدوا شياطين الانس والجن. അല്ലാഹു തആല പറഞ്ഞത്, ഈ രീതിയിൽ നബിമാർക്ക് നാം ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, അള്ളാന്റെ വഹദാനിയത്തിലേക്ക് ക്ഷണിക്കുന്നവരെ നശിപ്പിക്കാൻ ശത്രുക്കളെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അള്ളാഹു തആല പറഞ്ഞു, മീ ശയാത്തീനിൽ ഇൻസി വൽ ജിന്ന്, ജിന്ന് വർഗത്തിൽ നിന്നും ഇൻസ് വർഗത്തിൽ നിന്നുമുള്ള പിശാചുക്കളെ ദായികൾക്ക്, നബിമാർക്ക് ശത്രുക്കളായി വരും. ആ ശത്രുക്കളുടെ ആ ഇടങ്ങേറുകളെ സഹിച്ച് അവരാ പൂർണ്ണതയിലെത്തുമ്പോഴാണ് വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ.
കുറെ നാളായില്ലേ ശബ്ദം ഇട്ട് സംസാരിക്കാറ്, മെല്ലെ പറയാനിട്ട് അറിയുകയും ചെയ്യില്ല. എന്താ ചെയ്യാൻ പറ്റുക? അതൊന്ന് ഓണാക്കാൻ പറ്റുമോ ഈ കുന്തരാണ്ടം? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ മറുപടി പറഞ്ഞു, ഇൻ തസ്ഖറു മിന്നാ ഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. പരിഹസിക്കണ്ട, കൂടുതലൊന്നും പരിഹസിക്കണ്ട. പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടാൻ ഇനി കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല. നൂഹ് നബിന്റെ വാക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, കപ്പലിന്റെ പണി പൂർത്തിയായല്ലോ നൂഹ്, മുവഹിദുകളായ തൗഹീദിന്റെ അഹ്ലികാരെ മാത്രം അവരെ കുടുംബത്തെയും കപ്പലിൽ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു അല്ലാഹു തആല. മൂമിനീങ്ങൾ മാത്രം 72 കുടുംബക്കാരാണ്. ലക്ഷക്കണക്കിന് ജനമന്നുണ്ട്. 950 കൊല്ലം തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ട് കിട്ടിയത് 72 പേര്. നമ്മളൊരു കൊല്ലം പോയെന്ന് പറഞ്ഞാൽ എങ്ങനെയാലും ഒരു 100 ആളെ കിട്ടും. അത് മുഹമ്മദി ഉമ്മത്തിന്റെ പ്രത്യേകത, അത് മുഹമ്മദി ഉമ്മത്തിന്റെ ദർജ. തൗഹീദിന്റെ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയാൽ ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ന്യൂനപക്ഷത്തെ കപ്പലിൽ പാർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, നൂഹേ പോരാ, കാടുകളിലും വരകളിലുമുള്ള മൃഗങ്ങളിൽ നിന്ന് ഈ 2 ഇണകളെ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ, ഈ 2 ഇണകളെ കപ്പലിൽ കയറ്റണം. 2 നരി, 2 പുലി, 2 ആൺസിംഹം, 2 പെൺസിംഹം, 2 ആണാന, 2 പെണ്ണാന, 2 ആൺകുതിര, 2 പെൺകുതിര, 2 ആൺകുറുക്കൻ, 2 പെൺകുറുക്കൻ. എത്ര കയറ്റുക? എത്ര കാലങ്ങൾ? നമ്മൾ 950 കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കൊരു തമാശ. എന്തെല്ലാം ജോലിയാണ് ഈ 950 കൊല്ലം കൊണ്ട് നൂഹ് നബി ചെയ്ത് തീർത്തത്. 400 കൊല്ലം എടുത്തു കപ്പലിന്റെ പണി പൂർത്തിയാക്കാൻ. 400 വർഷം ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട് ആ കപ്പലിനെ സംബന്ധിച്ച്. കിലോമീറ്ററുകൾ നീളമുള്ള കപ്പലാണ്, കിലോമീറ്ററുകൾ വീതിയുള്ള കപ്പലാണ്, ചെറിയൊരു തോണിയല്ല. അല്ലാഹു അക്ബർ. ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മതി, ഇനി വിളംബരം നടത്തുക 72 മണിക്കൂർ, 3 ദിവസം. 3 ദിവസത്തിനുള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചു വരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഖബർസ്ഥാനിലുള്ള 5 ജാറങ്ങളെ നിങ്ങൾ ഒഴിവാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ എന്താ ജനം പറഞ്ഞത്? വരട്ടെ നൂഹേ, അന്തരം കാണാമെന്ന്. അത്രക്കാർക്ക് അത്രേ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. നിങ്ങൾ അള്ളാഹ്ക്ക് വല്ലതും കഴിഞ്ഞാൽ ചോദിക്കുന്ന കേട്ടില്ല? വല്ലമാര് കേട്ടിട്ടില്ലേ? അതിന്റെ കാര്യം അതാ. നിങ്ങൾ അള്ളാഹ്ക്ക് കഴിഞ്ഞോ എന്നാലും ചോദിക്കുക അവര്. നഊദു ബില്ലാഹ്. ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 ആയി. ആകാശം ഇരുട്ടി, ഭൂമി ഇരുട്ടി, പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലായി. ആകാശം കാർമേഘ കട്ടികളെ കൊണ്ട് നിറഞ്ഞു. പെയ്യാൻ തുടങ്ങി മഴ. വീണ്ടും പെയ്തു, വീണ്ടും പെയ്തു. 7 ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന മഴ. യൂഫ്രട്ടീസ് നിറഞ്ഞു, ടൈഗ്രീസ് നിറഞ്ഞു, കടലും കരയും നിറഞ്ഞു. ഒഴുകാൻ തുടങ്ങി, മലയിലെത്തി. എല്ലാം പോയി, എല്ലാം പോയി. മഹാന്മാരും പോയി, ശൈഖുനമാരും പോയി, വലിയകളും പോയി. എല്ലാം കടലൊഴുകി. നൂഹ് നബി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സ്വന്തം മകൻ ഒരു കുഴിയിൽ മുങ്ങിച്ചാകുന്നത് കാണുകയാ. വിളിച്ചു, യാ ബുനയ്യർകം മഅനാ ഫലാ തകും മഅൽ കാഫിരീൻ. മോനെ, ഈ കപ്പലിൽ കയറിക്കോ, കലിയോ പറഞ്ഞിട്ട് ആ കാഫിരീങ്ങളോടൊപ്പം നശിക്കണ്ട. ഏത് കാഫിരീങ്ങൾ? ആരെയാണ് നൂഹ് നബിയുടെ കാഫിർ എന്ന് പറഞ്ഞത്? ഫലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളോടൊപ്പം നീ ആവണ്ട എന്ന് പറഞ്ഞ ആരെ പറ്റിയാണ് കാഫിരീങ്ങൾ എന്ന് പറഞ്ഞത്? എന്താണ് കുട്ടി നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ ഇത് പൂഴ്ത്തി വെക്കേണ്ട കേസ്. ഇത് ഷഹാദത്തിന്റെ ഭാഗമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. ഞാൻ എന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അല്ലാഹുവിനോടേ ചോദിക്കൂ. ഞാൻ മൃഗത്തെ അറുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ്ക്കേ അറുക്കൂ. ഞാൻ നേർച്ചയാക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ്ക്കേ നേർച്ചയാക്കൂ. ഞാൻ വഖഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹ്ക്കേ വഖഫ് ചെയ്യൂ. ഞാൻ ദിക്ർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹ്ക്കേ ദിക്ർ ചെയ്യൂ. ഞാൻ സലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് സലാത്ത് ചൊല്ലുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ ചെയ്യും ഞാനത്? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വഅശ്ഹദു, ഇനിയും ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹ് കാണിച്ചതേ ചെയ്യുള്ളൂ. അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഷഹാദ.
ഇതാണ് ഷഹാദ. ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം. ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കണം. ഉലമാക്കളും ചോദിക്കണം, ഉമറാക്കളും ചോദിക്കണം, ഭരണാധികാരികളും ചോദിക്കണം, ഭരണീയരും ചോദിക്കണം. നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ അള്ളാഹ് കൊടുത്ത കരാറ് പാലിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കരാറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാറാണ്. ഞാൻ ആ കരാറ് ലംഘിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കരാർ മുഹമ്മദ് റിസാലത്തിന് കൊടുത്ത കരാറാണ്. ഞാൻ ആ കരാറ് ലംഘിച്ചിട്ടുണ്ടോ? എങ്കിൽ നിന്റെ ഷഹാദത്ത് ബാത്തിലാണ്. ഷഹാദത്ത് ബാത്തിലാണെങ്കിൽ നിന്റെ ജീവിതമേ ബാത്തിലാണ്. നിസ്കാരം ബാത്തിലായാൽ ആ നിസ്കാരേ ബാത്തിലാവുള്ളൂ. നോമ്പ് ബാത്തിലായാൽ ആ നോമ്പേ ബാത്തിലാവുള്ളൂ. സക്കാത്ത് ബാത്തിലായാൽ ആ സക്കാത്തേ ബാത്തിലാവുള്ളൂ. ഹജ്ജ് ബാത്തിലായാൽ ആ ഹജ്ജേ ബാത്തിലാവുള്ളൂ. ഷഹാദത്ത് ബാത്തിലായാൽ മുഴുവനും ബാത്തിലായി. ഇതല്ലേ ദീനുൽ ഇസ്ലാമിന്റെ ഹുക്കം, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ല യഹ്ബതന്ന അമലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്ക് കൊണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് ബിദ്അത്ത് കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാകുന്നത് ഒന്നാമതായി ശിർക്ക് കൊണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദത്ത് ബാത്തിലാകുന്നത് ബിദ്അത്ത് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വലിയ വലിയ വിഷയങ്ങളാണ്. നാം ദീനുൽ ഇസ്ലാമിനെ പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതെ, ഇസ്ലാമിന്റെ പ്രൈമറി സ്റ്റേജിലെ ഒന്നാം പാഠമാണ് ഷഹാദ. അദ്ദീനു അലാ സലാസത്തി മറാത്തിബ. അള്ളാഹുവിന്റെ ദീൻ 3 കാറ്റഗറികളിലായി അള്ളാഹു വിഭജിച്ചിരിക്കുകയാണ്. അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. ഇസ്ലാം അതിന്റെ ലോവർ സ്റ്റേജ് ആണ്, അതിന്റെ പ്രൈമറി സ്റ്റേജ് ആണ് അള്ളാന്റെ ദീനിന്റെ. ഈമാൻ അതിന്റെ സെക്കൻഡറി സ്റ്റേജ് ആണ്. ഇഹ്സാൻ അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ്. പ്രൈമറി സ്റ്റേജിലെ ഒന്നാം പാഠം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് പോലും കൃത്യമായി പഠിക്കാൻ നാം തുടങ്ങിയിട്ടില്ലെങ്കിൽ മാ അഹ്വാലുൽ മുസ്ലിമീൻ അൽ ആലമിയ, ലോകത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? പ്രൈമറി ക്ലാസ്സിലെ ഒന്നാം പാഠം പോലും നമ്മൾ ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. ഷഹാദത്ത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ നിസ്കാരം, പിന്നെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. എന്നിട്ട് വേണമല്ല ഈമാനു ബില്ലാ, ഈമാനു ബിൽ മലായിക, ഈമാനു ബിൽ കുതുബ്, ഈമാനു ബിർ റുസുല്, ഈമാനു ബിൽ ഖിയാമ, ഈമാനു അൽ ഖദർ ഖൈരി വ ശർരി മിനല്ലാഹി തആല. അത് കഴിഞ്ഞിട്ട് വേണം ഇഹ്സാൻ എന്ന ദർജയിലേക്ക് എത്താൻ. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഇസ്ലാം എന്താന്ന് പഠിച്ചു, സിറിയയിൽ നിന്ന് ഈമാൻ എന്താന്ന് പഠിച്ചു. ഇഹ്സാൻ ഹാജറായെയും ഇസ്മായിലിനെയും കൂട്ടി മക്കത്തെത്തിയപ്പോൾ മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ വെച്ച് ഇഹ്സാൻ എന്താണെന്ന് ഇബ്രാഹിം പഠിച്ചു. 3 കോഴ്സ് പൂർത്തിയായപ്പോൾ അല്ലാഹു തആല ഇബ്രാഹിമോട് പറഞ്ഞു, ഇബ്രാഹിം ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ലോകാവസാനം വരെ ഈമാൻ പഠിപ്പിക്കേണ്ട ഉസ്താദ് നിങ്ങളാണ് ഇബ്രാഹിമേ, ഞാൻ അത് തീരുമാനിച്ചിരിക്കുന്നു എന്ന്. എപ്പോഴാ? 3 കോഴ്സിലും 100 മാർക്കോടെ ജയിച്ചപ്പോൾ. അല്ലേ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിൽ നിന്ന് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ നിന്നല്ലേ ഇസ്ലാം എന്താന്ന് പഠിച്ചത്, ബാലപാഠം പഠിച്ചത്. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോൾ തൂരിസീന മലയിൽ നിന്നല്ലേ ഈമാൻ എന്താന്ന് പഠിച്ചത്. അത് കഴിഞ്ഞ് ചെങ്കടലിന്റെ തീരത്തിരുന്നപ്പോഴല്ലേ ഇഹ്സാൻ എന്താണെന്ന് പൂർത്തിയായത്. ചരിത്രമാർക്കാണ് അറിഞ്ഞുകൂടാത്തത്. എല്ലാവർക്കും അല്ലാഹു തആല ഈ 3 കാറ്റഗറി പരിശീലിപ്പിക്കുകയല്ലേ, തർബിയത്ത് കൊടുക്കുകയല്ലേ. തൗഹീദി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല അംബിയാ മുർസലീങ്ങൾക്ക് കൊടുത്ത ആ 3 കാറ്റഗറി പഠിച്ച് മനസ്സിലാക്കി ഒരു കോഴ്സ് പൂർത്തിയായി മറ്റേ കോഴ്സ്, ആ കോഴ്സ് പൂർത്തിയായി 3ാമത്തെ ഇഹ്സാൻ എന്ന കോഴ്സ്. മരിക്കണം മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് മരിക്കണം. അതിനാണ് നാം പള്ളി ഉണ്ടാക്കുന്നത്, നാം ഇതേപോലെ നസീഹത്തുകൾ നടത്തുന്നത്, ഇതേപോലെ വഅളുകൾ നടത്തുന്നത്. നമ്മുടെ ചർച്ച ഷഹാദത്താണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ പാഠം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. അല്ലാഹു തആല ഈ സൗധം തൗഹീദിന്റെ ഷഹാദത്തിന്റെ വെള്ളി വെളിച്ചം ഭൂലോകത്തിന് പ്രകാശിപ്പിക്കാൻ മാത്രം ഉതകുന്ന ഒരു മഹാസൗധമായി അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിന്ന് പ്രകാശിക്കുന്ന തൗഹീദിന്റെ പ്രകാശധാരകൾ ലോകത്തിൽ, കർണാടകത്തിന്റെ നാനാഭാഗത്തേക്ക് പൊതുവിലും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് മൊത്തത്തിലും പ്രകാശിച്ച് ഈ തലമുറ മരിച്ചു തീരുന്നതിന് മുമ്പായി ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിച്ച് തെളിയിക്കാൻ, ഒന്നാമത്തെ കാര്യത്തിലെ 2ാം പാർട്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് ജീവിച്ച് തെളിയിക്കാൻ എന്താണോ വേണ്ടത് അല്ലാഹു തആല മരിക്കുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കി തരികയും ചെയ്യട്ടെ.
أقول قولي هذا والله أعلم وأستغفر الله العظيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.